രാജ്കുമാർ, ഇന്ന് കൊല്ലത്ത് മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിൽ കൂടി വനമേഖലയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വെള്ളം മറിഞ്ഞുണ്ടായ അപകടമടക്കം കൊല്ലത്ത് നടന്നിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ വനമേഖലയിൽ ഉൾവനത്തിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ വനം വകുപ്പിന് അധികൃതർ നൽകുന്നു. അത് ട്രൈബ്സ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ ആ വിവരങ്ങൾ ഇതിലെ ഫോറസ്റ്റ് വനം വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അതേസമയം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിനകത്തും വലിയ മഴ പറയുന്നില്ലെങ്കിലും ഉൾവനത്തിൽ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് അതൊരു സംശയം കൂടിയായിരുന്നു. അത് സ്ഥിരീകരിച്ചിട്ടില്ല, ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ബഹുഭൂരിപക്ഷം നാട്ടുകാരും ഒക്കെ ഒരു അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് കുളത്തൂപ്പുഴ ആറും അല്ലെങ്കിൽ കല്ലടയാറും ഒക്കെ ഉൾപ്പെടെയുള്ള കൈവഴികളിൽ മുഴുവനും കലക്ക വെള്ളമായിരുന്നു. അതിൽ വൻ മരങ്ങൾ, വലിയ തടികൾ, 80 അടി വരെ ഉയരമുള്ള വലിയ ഘാതമുള്ള ഈ വ്യാസം കൂടിയ മരങ്ങളെല്ലാം ഒഴുകി വന്നിരുന്നു. ഇതിന്റെ സൂചനയാണെന്ന് പറയുന്നു. ഒരുപക്ഷെ ഈ വനത്തിനുള്ളിലുള്ള അതൊരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് കടപൊഴുകി വന്നതാകാമെന്നുള്ള ഒരു സംശയമാണ് പങ്കുവെക്കുന്നത്. അതേസമയം നീരൊഴുക്ക് ഇപ്പോഴും അവിടെ കുറഞ്ഞിട്ടില്ല. അതേസമയം ഇന്നലെ അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതിപ്പോൾ ആ ഗതാഗതം മുഴുവനും ഇന്നലെ വൈകിട്ടോടുകൂടി പുനഃസ്ഥാപിച്ച് വണ്ടികൾ അതിലെ കടന്നു പോകുന്നുണ്ട്. ചെറിയ തോതിൽ വെള്ളം നിൽക്കുന്നെങ്കിലും അത് യാത്രാ തടസ്സം സൃഷ്ടിക്കുന്നില്ല. അതിപ്പോൾ ഈ ഡാം ഉൾപ്പെടെ കൊല്ലം തെന്മല പരപ്പാർ ഡാമിലും അതേപോലെ നീരൊഴുക്ക് ഇപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വൃഷ്ടി പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട്. അതേസമയം തന്നെ വലിയ തോതിലുള്ള അതിൻ്റെ ജലനിരപ്പ് അവിടെ ഉയരുന്നുമില്ല. ഇപ്പോൾ ഒരു 100 അടിയിലേക്ക് എത്തിയെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 106 എത്തിയാൽ മാത്രമേ ഡാം തുറക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതേസമയം കൊല്ലം തീരപ്രദേശം, ഞാൻ ഈ നിൽക്കുന്ന കൊല്ലം ബീച്ച് ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങൾ നമുക്ക് കാണാം. ഈ തീരം മുഴുവനും കടൽ കവർന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ പാർക്ക് പോലുള്ള സംവിധാനങ്ങളും ഇരിപ്പിടങ്ങളും ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇതെല്ലാം കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സംരക്ഷണ ഭിത്തി, കമ്പിവേലി കൊണ്ടുള്ള സംരക്ഷണ ഭിത്തികളും പാറകളും മറ്റും വെച്ചിട്ടുള്ള അത്യാധുനികമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചത് മുഴുവനും കടലമ്മയുടെ മുമ്പിൽ വെറും ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തീരം കവരാതിരിക്കാൻ ചാക്കിനകത്ത് മണൽത്തിട്ടുകൾ മറ്റും അടുക്കി വെച്ചിരുന്നു. അതും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കൊല്ലത്തെ സംബന്ധിച്ച് ഈ ബീച്ചിനെ സ്നേഹിക്കുന്നവരുടെ വലിയൊരു നൊമ്പരമായി ഇത് മാറി. നേരത്തെ ഇവിടെ ഒരു ടവർ ഉണ്ടായിരുന്നു. ആ ടവറും കടലെടുത്ത് പോയി കഴിഞ്ഞു. ഇത് ഉള്ളതും സംരക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് അടിയന്തരമായി വേണ്ടുന്നത്. കൂടുതൽ ആ ഭാഗത്തെല്ലാം പുലിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ചെറിയ പുലിമുട്ടുകൾ ഇട്ടാൽ കടലാക്രമണത്തെ ഒരു പരിധിവരെ അതിനെ തടഞ്ഞു നിർത്താനാവും. മണ്ണൊലിപ്പ്, നമുക്ക് ആ തീരശോഷണം ഇത് ഇല്ലാതാക്കാനും കഴിയും. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ. അതിന് വേണ്ടുന്ന നടപടികളും ആരും സ്വീകരിക്കുന്നില്ല. ജില്ലാ ഭരണകൂടം തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഇവിടെ ഈ ബീച്ചിനെ സ്നേഹിക്കുന്നവരൊക്കെ ഈ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ മഴയത്തും ഈ കടലിൽ ഇത് കാണാനായിട്ട് ഈ വിനോദസഞ്ചാരികൾക്ക് എപ്പോഴും, അതിപ്പോൾ മഴയാണെങ്കിലും എന്താണെങ്കിലും അവർ വരാതിരിക്കത്തില്ല. മോളെ, മഴയായിട്ട് എന്താ ഇറങ്ങിയേ? ഞങ്ങളൊരു കാര്യം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ബീച്ച് കണ്ടോ? എന്താ, എങ്ങനെയുണ്ട്? പേടിയാവുന്നോ? പണ്ടൊന്നും ഇത്ര ഇല്ലായിരുന്നു. പേരെന്താ? നൂറ. കടലെടുത്ത് കണ്ടോ? തീരം പോയിട്ടുണ്ടല്ലോ. ഒരുപാട് ഇറങ്ങിപ്പോ ഒരുപാട് കടലാക്രമണം ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നാട്ടുകാർ ഇത് മഴയൊക്കെ ആണെങ്കിൽ, ഞാനതാ പറഞ്ഞത് നേരത്തെ, ഈ കടലിനെയും ബീച്ചിനെയൊക്കെ കാണുന്നതിന് സ്നേഹിക്കുന്നവർ ധാരാളമുണ്ട്. അവർക്ക് അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വലിയ സങ്കടം തന്നെയാണ്.